അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു സാമ്പാർ വേഗത്തിൽ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കും. ഇതിൽ ഇനിയും വേഗത്തിലാക്കാം, അത് ഞാൻ വഴി പറയാം. ഇതിലുള്ള എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ ഉപയോഗിക്കണം. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് സാധനവും ഇതിൽ കഷ്ണങ്ങളാക്കാം. ഞാനിപ്പോൾ ഇവിടെ അടുപ്പത്ത് പ്രഷർ കുക്കറിൽ പരിപ്പ് വേവിച്ചു. പരിപ്പിൻ്റെ നിലവാരത്തേക്കാൾ മുകളിൽ കിടക്കുന്ന രീതിയിൽ വെള്ളം വയ്ക്കുക. അത് ഇപ്പോൾ ഒരു കപ്പ് പരിപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 2.5 കപ്പോളം വെള്ളം വയ്ക്കുക. അത് കൂടാതെ പിന്നെയുള്ളത് ഉരുളക്കിഴങ്ങ് ഡൈസായിട്ട് കട്ട് ചെയ്തത്. പിന്നെ വരുന്ന കഷ്ണങ്ങൾ വെണ്ടയ്ക്ക, തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഇവിടെ എൻ്റെ കയ്യിലുള്ള ഓണാണ് മത്തങ്ങ വെച്ചത്. മത്തങ്ങ തന്നെ വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ചേന ഉപയോഗിക്കാം, കായ ഉപയോഗിക്കാം, ക്യാരറ്റ് ഉപയോഗിക്കാം, ഇതെല്ലാം കൂടിയും ഉപയോഗിക്കാം. കഷ്ണങ്ങൾ കൂടുമ്പോൾ കൂടുതൽ വൈവിധ്യമായ ഒരു ടേസ്റ്റ് ഇതിനുണ്ടാവും. ഇതുകൂടാതെ നമുക്ക് കായം അത് വേണം. അതുപോലെ പുളിങ്ങിയ വെള്ളത്തിലിട്ടത് വേണം. തേങ്ങ അരച്ചത് വേണം. ഈ തേങ്ങ അരച്ചത് നമുക്കിവിടെ തേങ്ങ ഉള്ളതുകൊണ്ടാണ്, ഇതൊന്നും ഇല്ലെങ്കിലും ഈ തേങ്ങ അരച്ചത് ഇല്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. തേങ്ങ അരച്ചതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു 1/4 മുറി തേങ്ങ, ഒരു 3 ചുവന്നമുളക്, ഒരു നുള്ള് ഉപ്പ്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ കഷ്ണം കായം. ഇത്രയും കൂട്ടിയിട്ടാണ് ഇത് അരച്ചിരിക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ അരക്കണം. നമ്മളിപ്പോൾ ഈ അവിയലിനോ അല്ലെങ്കിൽ ശരിക്കും അരക്കുന്ന പോലെയല്ല, നന്നായിട്ട് അരക്കണം. ഈ അരപ്പ് വേണമെന്ന് നിർബന്ധമില്ല. ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ തേങ്ങയുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യും. അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കുന്നത് സാമ്പാറിന് കൊഴുപ്പിട്ടാണ്. ഇത് ഉരുളക്കിഴങ്ങ് തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ കഞ്ഞിവെള്ളമുണ്ടെങ്കിൽ, അതിൻ്റെ കഞ്ഞിയുടെ വെള്ളമുണ്ട് എന്നുണ്ടെങ്കിൽ 1 കപ്പ് കഞ്ഞിവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചാൽ മതി. ഉപ്പിട്ട കഞ്ഞിവെള്ളം നിങ്ങൾ ഈ പ്രഷറിൽ പരിപ്പ് വെന്തതിന് ശേഷം നിങ്ങൾ ഒഴിച്ചാൽ മതി. അപ്പോഴും നല്ല രീതിയിൽ തന്നെ കൊഴുപ്പുണ്ടാകും. അപ്പോൾ ഞാൻ തീ കത്തിക്കുകയാണ്. പരിപ്പ് ആദ്യം വേവിപ്പിക്കുന്നു. പരിപ്പ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ടുള്ള പരിപ്പാണ്. സോക്ക് ചെയ്യാതെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വിസിൽ ഒക്കെ ധാരാളമാണ്. പരിപ്പ് നന്നായി വീഴും. ഇനി സോക്ക് ചെയ്യാത്ത പരിപ്പ് നിങ്ങൾ അങ്ങനെ കഴുകിയിട്ട് അതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിസിലിൻ്റെ എണ്ണം 5ഓ 6ഓ വേണ്ടി വരും. 6ആണ് കൂടുതൽ നല്ലത്, എന്നാലേ പരിപ്പ് വേവുള്ളൂ. അപ്പോൾ പരിപ്പ് കുറച്ചുകൂടി എളുപ്പത്തിൽ വേവാൻ അത് സോക്ക് ചെയ്തിടുന്നതാണ് നല്ലത് എന്ന് മാത്രമേ. ഓക്കെ, അപ്പോൾ ഞാൻ പരിപ്പ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ. ഓക്കെ, പരിപ്പ് വേവുന്നവരെ നമുക്കൊന്നും ചെയ്യാനില്ല, വെയിറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത ഫേസ്. ഇപ്പോൾ പരിപ്പ് വെന്ത് കഴിഞ്ഞു, എൻ്റെ പ്രഷറൊക്കെ പോയി. അതിൽ കുറച്ച് വെള്ളമുണ്ട്. കാരണം നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ള വെള്ളം പരിപ്പിനൊപ്പം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഞാൻ പറഞ്ഞു ഉരുളക്കിഴങ്ങിനും പകരം കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. ഈ സമയത്ത് 1 കപ്പ് കഞ്ഞിവെള്ളം ഉപയോഗിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പം കുറച്ചുകൂടി സ്പീഡാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവാൻ വരെയുള്ള സമയം നിങ്ങൾക്ക് അവിടെ ലാഭം. ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം കുക്കർ അടയ്ക്കുക. വീണ്ടും ഉരുളക്കിഴങ്ങ് വേവാനുള്ള പ്രഷർ നമ്മൾ കൊടുക്കുക. ഉരുളക്കിഴങ്ങിന് ഡിപ്പെൻസ് ഓൺ ഉരുളക്കിഴങ്ങാണ്. ചിലത് കൂടുതൽ നേരം എടുക്കാം, ചിലത് കുറച്ച് നേരം എടുക്കാം. എങ്കിലും മിനിമം ഒരു 4 to 5 വിസിൽ. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഫ്ലെയിം കുറച്ചൊന്നും വേണ്ട. ഹൈ ഫ്ലെയിമിൽ ഒരു 5 വിസിൽ
നോർമലി ഉരുളക്കിഴങ്ങൊക്കെ വേവും. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ പരിപ്പിൽ വേവാതിരിക്കുന്നുണ്ടെങ്കിൽ അത് കൂടി വെന്തോളും. ഈ ഒരു കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. നിങ്ങൾ ഉപ്പോ അങ്ങനെയുള്ള ഒരു സാധനവും ഈ സമയത്ത് ഇടേണ്ടതില്ല. നിങ്ങളതിലേക്ക് ഉരുളക്കിഴങ്ങ് വെറുതെ ഇടുക. വെറുതെ ഇട്ടിട്ട് പ്രഷർ കൊണ്ട് അപ്പം നിങ്ങൾക്കൊരു 4-5 വിസിൽ അതൊക്കെ വന്നതിന് ശേഷം വീണ്ടും വരാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തു കയ്യിലൊന്ന് ഇടക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് നല്ല കൊഴുത്ത് വന്നിട്ടുണ്ടാവും. ആ പരിപ്പൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളതിലേക്ക് കഷ്ണങ്ങളെല്ലാം ഒരുമിച്ചിടുക. ചില ആൾക്കാർ ഈ വെണ്ടയ്ക്കായൊക്കെ വറുത്തതിന് ശേഷം ഇവിടുന്ന് കാണാറുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുണ്ടാകുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെണ്ടക്കായ്ക്കൊരു കൊഴുപ്പുണ്ട്. ഒരു കൊഴുത്തിലാണ് വെണ്ടക്കായ. ആ സാധനം ഒഴിഞ്ഞ് കിട്ടും എന്നുള്ളതാണ് അങ്ങനെ ചെയ്തുകൊണ്ടിട്ടുള്ള ഗുണം. അത് അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാലുണ്ടാവുന്ന സാമ്പാറുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെണ്ടക്കായുടെ കൊഴുപ്പ് കൂടി ഇതിനകത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അതിനകത്തേക്ക് ഇടുക. അതിനുശേഷം അല്പം മല്ലിയില കൂടി ഇതിനകത്തേക്ക് ഇടുക. നിർബന്ധമുള്ള കാര്യമല്ല. മല്ലിച്ചപ്പിൻ്റെ സ്വാദ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രം ഇട്ടാൽ മതി. ഒരു നിർബന്ധമില്ല. ഇത് ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴൻ സ്റ്റൈലാണ്. തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് അങ്ങനെ മല്ലിയില ഉണ്ട്, മല്ലിയില ഇഷ്ടമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഉപയോഗിച്ചാൽ മതി. നിർബന്ധമുള്ള ഒരു കാര്യം. ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ആവശ്യത്തിനാണ്. നമുക്ക് നോക്കിയതിന് ശേഷം അവസാനം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നമ്മൾ തേങ്ങയിൽ മുളക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നല്ല എരിവ് അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അധികം മുളക് പൊടി ഉപയോഗിക്കാൻ ആവശ്യം. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 4 സ്പൂൺ സാമ്പാർ പൊടി വാങ്ങിക്കാൻ കിട്ടുന്ന സാമ്പാർ പൊടി തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതല്ല ആയിട്ടുണ്ടെങ്കിൽ സാമ്പാർ പൊടി നമുക്ക് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഞാനിവിടെ വാങ്ങുന്ന സാമ്പാർ പൊടിയാണ്. 2 തരം സാമ്പാർ പൊടിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഒന്ന് ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി, പിന്നെ ഒന്ന് വീട്ടമ്മ എന്ന് പറഞ്ഞിട്ടൊരു അവരുടെ സാമ്പാർ പൊടിയാണ് എനിക്ക് നന്നായിട്ട് തോന്നിയത്. ഞാൻ ആദ്യം ഉപയോഗിച്ചത് കിച്ചൻ ട്രഷറിൻ്റെ സാമ്പാർ പൊടിയായിരുന്നു. പക്ഷെ അത് എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തി വന്നില്ല. അത് കൂടാതെ കുറച്ച് കായം കഷ്ണങ്ങളാക്കിയിട്ടാൽ നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഇടാം. അപ്പോൾ കുറച്ച് കായം. അത് കഴിഞ്ഞെങ്കിൽ നല്ല വാളംപുളി വെള്ളത്തിൽ മുക്കി വെച്ചിട്ട്, ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട്, അതൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഒരു 2 കപ്പ് വെള്ളത്തിൽ മുക്കി വയ്ക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ഞെരടി കഴിഞ്ഞാൽ നന്നായിട്ട് അത് അരിഞ്ഞു വരും. ആ വാളംപുളിയുടെ വെള്ളം ഒരു
അരിപ്പയിൽ അരിച്ച് ഒഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ പുളിയുടെ നാരും ഇതൊക്കെ അതിനകത്തേക്ക് വീഴുമ്പോൾ അത് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അരിപ്പയിൽ ചെയ്യും. അത് തന്നെ ആവശ്യത്തിനുണ്ടാകും. വേണമെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിക്കാം. ഞാനിവിടെ അല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതുകൊണ്ട് ഉദ്ദേശിച്ചത് 2 നേരത്തിലുള്ള കറിയായിട്ടാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കാം. നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നന്നായി ഇളക്കുക. കുറച്ച് എടുത്തിട്ട് ഉപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് നന്നായി. ഉപ്പ് കുറച്ചുകൂടി വേണം. പുളിയും സാധനങ്ങളൊക്കെ ഉണ്ട്. ഉപ്പ് കുറച്ചുകൂടി ഉപ്പ് ഇട്ടു. ഇത്രയും സാധനങ്ങളുടെ വീണ്ടും ഒന്ന് ഇളക്കാം. കുക്കർ വീണ്ടും അടയ്ക്കുക. ഒരു 2 വിസിൽ, അത് ധാരാളം. 2 വിസിൽ മതി. കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരാം. അപ്പം നമ്മൾ എന്താ പറയുക, ഈ കഷ്ണങ്ങളൊക്കെ ഇട്ടൊന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളൊക്കെ വെന്തു. അത് ഉതിരെത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലുള്ള തേങ്ങ മുഴുവൻ എടുക്കുന്നത് നല്ലതാണ്. അടപ്പിലും അതുപോലെ തന്നെ മിക്സി ജാറിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഈ തേങ്ങ അരച്ചതിൻ്റെ ഇതുണ്ടാവും. അപ്പം അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങോട്ടെടുക്കും. ആ വെള്ളം കൂടി ആകുമ്പോൾ നമ്മുടെ സാമ്പാറിന് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ വരും. ഒന്ന് കലക്കിടുക. എന്നിട്ട് അത് കൂടി ഒഴിച്ചു. നന്നായി ഇളക്കുക. നല്ല കൊഴുപ്പും സാധനങ്ങളൊക്കെ ഉണ്ടാവും.
ഈ സമയത്ത് ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പും പുളിയൊക്കെ ഇനി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പ്രഷർ കുക്കർ സാധാരണ അടയ്ക്കുന്ന പോലെ അടയ്ക്കേണ്ട, ജസ്റ്റ് അതിൻ്റെ ആ ലോക്ക് വീഴാത്ത രീതിയിൽ അടച്ചു വയ്ക്കുക. അപ്പോൾ അതവിടെ നിന്നത് ഒന്ന് തിളച്ചോളും. അപ്പോൾ തിളച്ചതിന് ശേഷം ബാക്കിയുള്ള ഒരു കാര്യം കൂടി അതുകൂടി ചെയ്യും. ഇനി അവസാനമായിട്ട് ഇത് വറുത്തിടുന്നതാണ്. വറുത്തിടാനായിട്ട് ഒരു വറക്കാനുള്ള ഒരു ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. തന്നെ വേണമെങ്കിൽ ഒഴിക്കാം. വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും നല്ലത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കടുക് പൊട്ടി വരണം. കടുക് പൊട്ടാൻ തുടങ്ങി. കടുക് നന്നായിട്ട് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടിയിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 3 ചുവന്നുള്ളി നടുവ് ഇങ്ങനെ മുറിക്കുക, 2 മുറിക്കുക, എന്നിടുക. ഒരു വേപ്പില, ഒരു തണ്ട് വേപ്പില ഒരു തണ്ട് വേപ്പില ഇത്രയും ഇടുക. ഇത്രയും മെയ് വറക്കാൻ വെറുതെ ഒന്ന് ചട്ടിയിലൊന്ന് ഇളക്കിയാൽ മതി. കൂടുതൽ ഇതാക്കും വേണം. എന്നിട്ട് നേരെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാമ്പാറിലേക്ക് ഒഴിക്കും. അത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുക്കർ അടയ്ക്കും. ഇളക്കാൻ നേരത്ത് ഒന്ന് അടയ്ക്കുക. അടച്ചു വെച്ച പ്രഷർ, ചെറിയൊരു പ്രഷർ ആ സമയത്ത് വരും. അതിന് പ്രഷർ ഒന്ന് റെഡ്യൂസ് ആകുന്ന സമയത്ത് ഒന്ന് എന്താ പറയുക, ഒരു ലെവലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കുക, ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ.